കഥ തുടരും, കഥ പറയാം എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ട് 6-7 മാസങ്ങളായി. കഥകളൊന്നും ഇല്ലേ? നിനക്ക് കഥകളൊന്നും പറയാനില്ലേ? ആളെ കളിയാക്കിയതാണോ നീ എന്താ പറയാത്തെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. മെസ്സഞ്ചറിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. കഥ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ എങ്ങനെ സംസാരിക്കണം, അല്ലെ എന്താണ് നിങ്ങളോട് പറയേണ്ടത്, അതെങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ചിലപ്പോൾ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്. പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തോ എനിക്കത് സാധിച്ചില്ല. എന്നാൽ ഇപ്പം ഞാൻ ആലോചിക്കുന്നു, ഞാൻ എന്തിനു മടിക്കുന്നു, എന്തിനാണ് ഞാൻ എന്താ പറയുന്നത്, ഒരു നാണക്കേട് പോലെ വിചാരിക്കുന്നത്, ചമ്മല് തോന്നുന്നത് നിങ്ങളോട് സംസാരിക്കാൻ. നമ്മളെല്ലാം പരസ്പരം കാണാത്ത കൂട്ടുകാരുണ്ട്, വഴിയിൽ വെച്ച് കാണുന്ന കൂട്ടുകാരുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അതുകൊണ്ടാണ് എവിടെ പോയാലും ഒരു പരിധി വരെ ഞാൻ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇന്ന വഴിക്ക് പോകുന്നുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ഇന്നിടത്തേക്കാണ് ഇന്നത്തെ യാത്ര. പക്ഷെ അന്നേരം മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ വിളിച്ച് കാണാൻ സാധിക്കുന്ന ആളുകളുണ്ട്, ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് യാത്രകൾ കുറവാണ്. എല്ലാരെ പോലെയും നമ്മളെ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ടല്ലോ. പെട്രോൾ അടിക്കാനുള്ള പൈസ വേണ്ടേ, എന്നാലേ കറങ്ങാൻ പോകാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ കാരണം. അപ്പോൾ ഇനി മുന്നോട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, സാധിക്കുമെന്ന് കരുതുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നാണ്. നല്ല വീഡിയോസ്, ക്ലാരിറ്റിയോടുകൂടി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഫോൺ വാങ്ങിച്ചു. ടെക്നോളജിയിൽ അന്നേരം കുറച്ച് ശ്രദ്ധിക്കാത്തത് കൊണ്ട് മെമ്മറി കുറച്ച് കുറവായിപ്പോയി. കുറച്ച് വീഡിയോസ് എടുത്തു, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, യൂട്യൂബിൽ ഇടാൻ വേണ്ടി കുറെ വീഡിയോസ് എടുത്തു കഴിഞ്ഞപ്പം ഇതെല്ലാം കൂടി കൂടിയിട്ട് മെമ്മറി ഫുള്ളായി. അതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് അതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി സേവ് ചെയ്യാനുള്ള സ്പേസ് പോലും ഇല്ലാതെ പോയി. വീഡിയോസ് ഒന്നും എനിക്ക് കളയാനും വയ്യ. അപ്പം ടെക്നോളജി അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് സജസ്റ്റ് ചെയ്യണം. ഫോണിൻ്റെ മെമ്മറി കൂട്ടാൻ ഞാൻ എന്ത് ചെയ്യും? ഐഫോണിലുള്ള ഒരു വീഡിയോ മറ്റൊരു കമ്പ്യൂട്ടറിലേക്കൊക്കെ മാറ്റുമ്പോൾ, ആപ്പിളിൻ്റെ അല്ലാത്ത ഒരു ലാപ്പിലേക്കൊക്കെ മാറുമ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും? ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. അപ്പം അത് ഞാൻ എങ്ങനെ ചെയ്യും എന്നൊക്കെ എനിക്കൊന്ന് സജസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, എൻ്റെ FB പേജ് പ്രൊഫഷണൽ മോഡ് എന്നൊരു ഓപ്ഷൻ ഇല്ല. എല്ലാവരെയും സംബന്ധിച്ചും മെനു എടുക്കുമ്പോൾ അതിൽ പ്രൊഫഷണൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിലവിൽ എൻ്റെ FB IDക്ക് അതില്ല. എനിക്ക് 5000 ഫ്രണ്ട്സ് റീച്ച് ചെയ്തു. ഇനി വരുന്ന റിക്വസ്റ്റുകളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെന്താണ് പോം വഴി? അത് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? സുക്കറണ്ണനൊക്കെ മെസ്സേജ് അയച്ചു നോക്കി, ഒരു രക്ഷയും ഇല്ല. ഫേസ്ബുക്ക് സപ്പോർട്ട് ടീമിനൊക്കെ മെസ്സേജ് അയച്ചു, മെയിൽ അയച്ചു, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ എന്താണ് അതിനൊരു പോം വഴി? അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമ്മളൊരു കഥയുമായിട്ട് വരും. പഴയ കഥകളൊന്നും ഓർത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് നാളെ വരാം. ഓക്കെ, നാളെ കാണാം.